പഴം ഒരുപാട് പഴുത്തു പോയല്ലോ, ഈ പഴുത്ത പഴം വെച്ച് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട കേട്ടോ. നമുക്ക് നല്ല പഴുത്ത പഴം വെച്ചിട്ട് നല്ലൊരു 5 മിനിറ്റ് കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അത് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പഴം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയെടുക്കാൻ. ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഈ ഷീറ്റൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ തന്നെ അമർത്തി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ബട്ടറോ നെയ്യോ അങ്ങനെ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മെല്ലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് എന്തായാലും മൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ സൈഡിലൊക്കെ ഒന്ന് മൊരിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് മൊരിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 4 ഭാഗം ഒന്ന് നമുക്ക് നല്ലതുപോലെ തന്നെ മൊരിയിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബനാന ബോക്സ് എല്ലാ വശവും ഒരേപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ.